ആരും എന്നെ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല പക്ഷെ ഫാമിലി വൈസ്. പണ്ട് നിന്നപ്പോ ഒരു പെൺകുട്ടിയായിട്ട് നിന്നപ്പോ എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്ന് കണ്ട് എല്ലാവരും മാറി നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതൊരു വാശിയായിരുന്നു, ജീവിച്ച് കാണിക്കണം. അങ്ങനെയാണ് തുടങ്ങിയത്. പെൺകുട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അന്ന് കാരണം തോന്നിയിട്ടുണ്ടോ? അവർക്ക് ബാധ്യതയാണല്ലോ, പെങ്ങളും ആളെന്ന് പറയുമ്പം എല്ലാവർക്കും അവരുടെ കൂടപ്പുറമൊക്കെ ബാധ്യതയല്ല. അപ്പൊ ആരും നമ്മൾ അന്വേഷിക്കുക പിടിക്കുമെന്നില്ല. നമ്മ തന്നെ ജോലിക്ക് പോയി പഠിപ്പിക്കും, പിന്നെ പതുക്കെ ഓരോ ജോലിക്ക് കയറി കയറി അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. മീൻ കച്ചവടം വരെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ പറയുമ്പോ തമാശയായിട്ട് തോന്നാം, നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞിട്ടാണ് കാരണം അമ്മയ്ക്ക് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ പേടിയാ. അപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോഴും ഭയങ്കര അമ്മയ്ക്ക് ഏട്ടനൊരു ചെറിയ പെയിൻ പോലും സഹിക്കാൻ പറ്റില്ല. എനിക്കൊരു പനിയാണെങ്കിൽ, നോർമലി ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പനിയാണെങ്കിൽ അമ്മ ജോലിക്ക് പോകായിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ കണ്ണ് ഉറക്കുമ്പോൾ അമ്മ എന്റെ ഫ്രണ്ടിൽ വന്ന് ഇരിപ്പുണ്ടാവും. അവിടെ ആണെങ്കിൽ ഒരു 100 വട്ടം പറയും കേട്ടോ. അപ്പം ഞങ്ങൾ എറണാകുളത്താണല്ലോ, അപ്പം ആൾക്കൊരു പെട്ടെന്നൊരു പനിയോ തലവേദന എന്തെങ്കിലും വന്ന് അപ്പൊ എനിക്ക് എപ്പോഴും നോക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഞാൻ ചിലപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഈ ഫോൺ നോക്കി കളിച്ചോണ്ടൊക്കെ ഇരിക്കും. അപ്പം ആള് തലവേനായിട്ട് കിടക്കുമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഉണരുമ്പോ എന്നെ കണ്ടില്ലേ പറയും, ഓ എന്റെ അമ്മയായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നേനെ, എനിക്ക് വേദന മാറുന്നുണ്ടോ എന്നൊക്കെ കെയറിങ്. എന്റെ അമ്മ തരുന്ന കെയറിങ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും വഴക്കാം. കൊള്ളാം. ഇനി അമ്മ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ, ഒരു കുട്ടി വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആദ്യത്തെ ആഗ്രഹം ഒരു വീടായിരുന്നു. എല്ലാവർക്കും വീടുണ്ട്, ഒരു വീട്. രണ്ടാമത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അമ്മയായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് പിള്ളേരുണ്ടാകില്ല, നമുക്ക് നിങ്ങൾ എവിടെന്നെങ്കിലും ദത്തെടുക്കുക, അതിനുള്ള കാര്യങ്ങൾ നോക്ക്, നിങ്ങൾക്ക് പറ്റിയില്ലേ എന്റെ ഇതിൽ തന്നെ ഞാൻ വേണം ദത്തെടുക്കാന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അഡോപ്ഷൻ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് നാളെ ആരാ ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ അമ്മയുടെ ആദ്യമൊക്കെ ഞാൻ ഓക്കെ എന്ന് പറയുമായിരുന്നു, അമ്മയുടെ സമ്മതം. പിന്നെ ഞാൻ ചിന്തിച്ചപ്പം നാളെ ആ കുഞ്ഞിന് ഒരു പ്രശ്നം നമ്മൾ കാരണം വരരുതല്ലോ. ഇപ്പൊ തന്നെ സമൂഹം നമ്മളെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പക്ഷേ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. സമൂഹം ഒരിക്കലും മാറിയിട്ടില്ല.